എന്നാലും ഒരു 10 ചോദ്യം വേഗം ചോദിച്ചോട്ടെ. കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആവശ്യമുണ്ട്? ആർ ശങ്കർ ഗവൺമെന്റ് ആണ്. ആർ ശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ 80 മുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. 80 മുതലല്ല, ആർ ശങ്കറാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തത്. 80 മുതലാണെന്ന് പറഞ്ഞത് കളവാണ്. UDF ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ സംശയം, ഈ 300-400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300-400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്. 400-500 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500-600 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ. അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർക്കും 80% ഡിസബിലിറ്റി ഉള്ളവർക്കും 400 ഉണ്ടായിരുന്നതിന് ഒറ്റയടിക്ക് 900 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 900-1100 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 1100-1200 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടി. ഇറങ്ങി പോകുമ്പോൾ അത് 1500 ആക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ? അത് ഈ 1200 വരെ കൊടുത്തതാണ്. 1500 ആയിട്ട് പ്രഖ്യാപിച്ചു. അത് അവസാനത്തെ ബഡ്ജറ്റ്.